ഹായ് കൂട്ടുകാരെ, നമസ്കാരം. സ്റ്റാർ മാജിക്കിൽ നമ്മളെ എല്ലാം പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ആക്ടർ ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാ സഹോദരനായ സുധി. എനിക്ക് സ്റ്റാർ മാജിക്കിൽ 3 പേരെയാണ് ഇഷ്ടം. 1 ബിനീഷ്, 2 തങ്കച്ചൻ, 3 സുധി. ആ സുധി നല്ലതുപോലെ തിളങ്ങി വരുമായിരുന്നു. സ്റ്റാർ മാജിക്കിലായാലും സിനിമയിലായാലും സീരിയലിലായാലും ജഗദീഷിന്റെ റോള് നല്ലതുപോലെ അഭിനയിക്കും സുധി. എപ്പോഴും ജഗദീഷിന്റെ എന്തെങ്കിലും നല്ല രസമാണ് കാണുന്ന നടത്തിയും എല്ലാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഓരോരുത്തർക്കും നമ്മൾ ജനിക്കുമ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നപ്പം നമ്മൾ തിരിച്ചു ചെല്ലണോ. സുധി അറിഞ്ഞില്ല. സുധി ഇതുപോലെ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോഴാ വിധി വന്ന് വിളയാടിയത്. വിധി വന്ന് സുധിയെ അവിടെ കൊണ്ടുപോയി അവർക്ക് സുധിയുടെ എല്ലാം ചിരിപ്പിക്കുന്നതെല്ലാം അവർക്ക് കാണണം പോലും. അങ്ങനെ നമ്മളെ വിട്ടുപോയ സുധി മരിച്ചിട്ടുന്ന ഒരാണ്ട് തികയുക. അപ്പൊ ആ ഒരാണ്ട് തികഞ്ഞപ്പോ സുധി ഹിന്ദു കൾച്ചറിലുള്ളതായതുകൊണ്ട് ഹിന്ദു ആചാരപ്രകാരം കർമ്മം നടത്താൻ അവരെ വീട്ടുകാർ ഒരുങ്ങുന്നു. രേണു ക്രിസ്ത്യൻസ് പ്രെയർ നടത്തുന്നതിന് രേണുവിൻ്റെ വീട്ടുകാർ ഒരുങ്ങുന്നു. അപ്പം രേണുവിൻ്റെ വീട്ടിൽ നമ്മുടെ കിച്ചു ഇല്ല. കിച്ചു കൊല്ലത്ത് കർമ്മം നടത്താൻ അവിടെ ആണ്. അതിനിപ്പോൾ എല്ലാവരും പറയുന്നത് രേണു കിച്ചുമായിട്ട് തെറ്റി, അതുകൊണ്ടപ്പോൾ അവിടെ കാണാത്തത്. ഈ ആൾക്കാരുടെ ഒരു ഇതേ, കർമ്മം നടത്തുന്നിടത്തല്ലേ മകൻ വേണ്ടുന്നത്, പ്രേയർ ചെയ്യുന്നിടത്ത് ആവശ്യമില്ലല്ലേ. പിന്നെ പറയുന്നുണ്ട് രേണു 2ാമത് കല്യാണം കഴിക്കുന്നതുകൊണ്ട് കിച്ചുവിന് അത് ഇഷ്ടമല്ലെന്ന്. സുധി സ്റ്റാർ മാജിക്കിൽ കൊണ്ടുവന്ന് തന്റെ ഫാമിലിയെ വന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തുമ്പോൾ സുധി സ്റ്റേജിൽ നിന്ന് വാവക്കുട്ടാന്ന് വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു വാവക്കുട്ടെന്ന് വിളിക്കുന്നത് ഏത് മകനോ മകളോ ആണ്. പക്ഷേ വരുമ്പോഴാണ് രേണു ആണ് വാവക്കുട്ടെന്ന് അറിഞ്ഞത്. സുധി വാവക്കുട്ടാന്നായിരുന്നു വിളിക്കുന്ന രേണുവിനെ. അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു അവർക്ക്, സുധിക്ക് രേണുവിനെ. അപ്പൊ രേണു ഒരുങ്ങി നടക്കുന്നതിലോ 2ാമത് വിവാഹം കഴിക്കുന്നതിലോ ഈ കാണികൾക്ക് എന്താ നഷ്ടം? പെണ്ണുങ്ങൾക്ക് 2ാമത് കല്യാണം കഴിച്ചുകൂടെ? ആണുങ്ങൾ പോയി 2ാമത് കല്യാണം കഴിക്കുന്നതോ? അതും പോട്ടെ, സെലിബ്രിറ്റികളായ ആണും പെണ്ണുങ്ങളും എത്ര കല്യാണം കഴിക്കുന്നു. സിനിമയിലല്ല, ജീവിതത്തിൽ അവർ സെലിബ്രിറ്റി ആയിട്ട് അവർക്ക് കഴിയും. സാധാരണ ആൾക്കാർക്ക് അത് പറ്റത്തില്ല. നിങ്ങൾ കല്യാണം കഴിക്കുന്ന ഒരു ഇതായിട്ട് നോക്കുന്നത് കൊണ്ടാണ്. ഒരു പെണ്ണ് ഒരു കുടുംബം ഡിവോഴ്സ് ആവുമ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ അവൾക്ക് വയ്യാണ്ടിരിക്കുന്നവളായിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് ജോലി ചെയ്യാൻ കഴിവില്ലാത്തവളായിരിക്കും. ജോലി ചെയ്യാൻ കഴിവില്ലാത്തതല്ല, അവളുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ കാരണം അവൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്തവളായിരിക്കും. പിന്നെ ഓരോ ദിവസം നമുക്ക് വയസ്സ് കൂടി വരിക. അപ്പം നമുക്കൊരു താങ്ങും തണലിന് വേണ്ടി അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുന്നത്. പല രീതിയിലാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്, ഇല്ലേ? അതൊക്കെ അവരവരുടെ ഇഷ്ടം. പണ്ടത്തെ കാലത്ത് ഭർത്താവ് മരിച്ച ഉടനെ വെള്ള സാരി എടുത്ത് കെട്ടണം. പണ്ട് സതി തീ ചാടി വീഴുന്നതുപോലെ ഇപ്പോൾ സ്ത്രീകളൊക്കെ ചെയ്യുമോ? ഇല്ലല്ലേ. അതുകൊണ്ട് പണ്ടത്തെ കൂട്ടൊന്നും ഇപ്പോഴുള്ള സ്ത്രീകൾ ഇരിക്കത്തില്ലെന്ന് പറയുന്നതല്ല. പണ്ടുള്ള ആൾക്കാർ, അന്നത്തെ തലമുറയിൽ അന്ന് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പം അങ്ങനെയാണ്. വിദ്യാഭ്യാസമുള്ള നമ്മുടെ നാട്ടില് നമ്മൾ അറിഞ്ഞ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒരാളെ കല്യാണം കഴിച്ച് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ജീവിതം മുഴുവൻ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് ആരെങ്കിലും പറയുന്നു? ഈ ഒറ്റയ്ക്ക് നിന്നാൽ ഈ പറയുന്നവരാരെങ്കിലും വന്ന് നമ്മളെ നോക്കുമോ? നോക്കത്തില്ല. നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മളെ നോക്കൂ. തിരിച്ചും അങ്ങനെ തന്നെ. വയസ്സായി വരുമ്പോൾ നമുക്കൊരു താങ്ങും തണലും അത്യാവശ്യം.
ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ കണ്ടുപിടിക്കുന്നത്. രേണു ചെറുപ്പാ, ചെറിയ കുട്ടിയാ. ഇനി കല്യാണം കഴിക്കാം കിച്ചുവിനൊക്കെ ഇഷ്ടമാണെങ്കിൽ. പിന്നെ രേണു ലിപ്റ്റിക്ക് തേക്കുന്നെന്നോ ഒരുങ്ങുന്നെന്നോ പുതിയ മോഡലിൽ നടക്കുന്നെന്നോ അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. അത് വേറെ എന്തിനാ പറയുന്നത്? ഞാൻ ഒരു കാര്യം, ശ്രുതിക്ക് ഇഷ്ടമായിരുന്നു രേണു നല്ലതായിട്ട് സുന്ദരിയായിട്ട് നടക്കുന്നത്. എന്തിനു പറയുന്നു? ശ്രുതി മരിച്ചിട്ട് ശ്രുതിക്ക് ഇപ്പോൾ ഒരു വീട് വെക്കുന്നിടത്ത് പോയി ആൾക്കാർ അതൊരു ലൊക്കേഷൻ ആക്കിയിട്ട് ശ്രുതിയെ പറ്റി പറഞ്ഞിട്ട് കാശ് നിറയെ സമ്പാദിച്ചു. എന്നാ ആ വീട് വെക്കാൻ ആദ്യം എന്താ വേണ്ടുന്നേ? വസ്തു വേണം. ആ വസ്തു കൊടുത്ത ആളിനെ കുറിച്ച് ഈ പോയവരാരെങ്കിലും പറഞ്ഞു? ആ വസ്തു കൊടുത്തത് ഒരു ബിഷപ്പാ, 7 സെന്റ് വസ്തു. ആ ബിഷപ്പിന് യൂട്യൂബ് ചാനലില്ല, അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ചെല്ലുന്നവരെല്ലാം വീട് വയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നു, ആ വസ്തു കൊടുത്ത ആളിനെ കുറിച്ച് പറയുന്നതേ ഇല്ല. പിന്നെ ആ വീട് വെച്ചു കൊടുക്കുന്നതും KTDC എന്ന് പറഞ്ഞ കുറേ പേര് ചേർന്നിട്ടാ കേരള മോഡലിലാ വീട് വയ്ക്കുന്നത്. പ്രവേശ് ചാനൽ അതിൽ സഹായിക്കുന്നുണ്ട്, ഹെൽപ്പൊക്കെ ചോദിക്കുമ്പോൾ അവരും ചെയ്യുന്നുണ്ട്. ഈ പോയി വീഡിയോ എടുത്ത് സമ്പാദിക്കുന്നവർ ഒരു ചാക്ക് സിമന്റ് ആ വീടിന് വേണ്ടി വാങ്ങി കൊടുക്കുന്നോ? കൊടുക്കുന്നില്ലല്ലോ. വീടിനെ പറ്റി ശ്രുതിയെ പറ്റി പറയുമ്പോൾ ആ വസ്തു കൊടുത്ത ബിഷപ്പിനെ കുറിച്ച് പറയാലോ നമുക്ക്. പറയുമ്പോ A to Z എല്ലാം പറയണം. അപ്പൊ ശ്രുതിയുടെ ആണ്ടിനെ കിച്ചു മൂത്ത മകൻ ചെല്ലാത്തത് കൊണ്ട് ആൾക്കാർ ഇത് പറയുന്നത് കൊണ്ടാണ് ചേച്ചി ഇന്ന് ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾ ആര് തെറ്റിദ്ധരിക്കുന്നത് പോലൊന്നും അല്ല. കിച്ചു കൊല്ലത്തുണ്ട്, കർമ്മം നടത്താൻ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി തിരക്കാം. തിരക്കിയിട്ട് കിച്ചുവിനോട് നേരിട്ട് ചോദിക്കുക, നീയും അമ്മയായിട്ട് കയറുവാണോ? അല്ലാതെ ഈ എന്താ ഇതിനൊക്കെ പറയാ? നമ്മൾ ആരെയും ചുമ്മാതങ്ങ് പഠിച്ചാലും കാര്യം അറിഞ്ഞിട്ട് വേണം, നല്ലതായിട്ട് പഠിച്ചിട്ട് വേണം നമ്മളതൊരു വീഡിയോ ഇടാൻ. ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് വരെ ഞാൻ ഇട്ടതും എൻ്റെ കണ്ണ് നേരിട്ട് കണ്ടതും എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതും അത് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അല്ലാതെ ഞാൻ ചുമ്മാതെ വന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് കാര്യം ഇട്ടാലും നമ്മൾ അറിഞ്ഞിട്ടിടുക. നിങ്ങൾക്കെല്ലാം ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ ചേച്ചി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി പോവാ. ബൈ.